അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സ്പ്രേ ചെയ്യുന്നതും ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ മാത്രം മതി. നമ്മൾ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ പോലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഇതിപ്പോൾ ഞാൻ വലിയ ജീരകം വറുത്തതാണ് കേട്ടോ. വറുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മണം കിട്ടുക. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു അര സ്പൂൺ അളവിൽ മാത്രം മതി. നമ്മളതിൻ്റെ കുറച്ച് ഇതെല്ലാം ഉണ്ടാക്കുന്നുള്ളൂ. ഇനി നമുക്ക് കടുക് അതും അര സ്പൂൺ അളവിലൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിപ്പം അതേപോലെ തന്നെ ജീരകം, കടുക്, ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, നമ്മുടെ ഗ്രാമ്പു, അത് പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതും രണ്ടോ മൂന്നോ മതി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വെറുതെ കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ സ്പ്രേയും കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേനും നമ്മുടെ വീട്ടിൽ അലർജി പ്രശ്നങ്ങളുള്ളവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അതൊക്കെ പ്രശ്നമാകും. ഇതാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് ഏത് സമയത്ത് എപ്പോഴും നമുക്ക് ചെയ്യാവുന്ന നല്ല അടിപൊളി ടിപ്പാണിത് ഉണ്ടോ. ഇപ്പോൾ ഗ്രാമ്പൂ പൊടിച്ചത് അതിൻ്റെ കൂടെ അതുകൊണ്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മൂന്നും മാത്രം മതി. നല്ലോണം ഒന്ന് തിളച്ച് അതിൻ്റെ സത്തെല്ലാം അതിനകത്തോട്ടൊന്ന് ഇറങ്ങിക്കിട്ടിട്ട് അപ്പം ഈ ഒരു വെള്ളം നമുക്ക് എലി വരുന്ന പൊത്തിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഭാഗത്ത് ആ മണം അടിച്ചിട്ട് ആ ഭാഗത്തൊന്നും എലി വരില്ല. അതേപോലെ തന്നെ വീടിനകത്താണെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം. ധൈര്യമായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ലൊരു മണമാണ് ജീരകവും ഗ്രാമ്പവും അതേപോലെ തന്നെ കടുകും കൂടെ ആകുമ്പോഴത്തേനും അതെല്ലാം നല്ല രീതിയിൽ നമുക്ക് അതിനുള്ള ഫലം കിട്ടും കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ച് വരട്ടെ. തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. തിളച്ച് നല്ല തണുത്ത് വന്നതിന് ശേഷം നമുക്ക് ഒരു ടിന്നകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് സിങ്കിനകത്തൊക്കെ ഇതേപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു വേറൊരു ടിന്നകത്തോട്ട് മാറ്റിയാണ്. അപ്പം അതിനകത്ത് ഒഴിച്ച് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സാധനവും നമുക്ക് സ്പ്രേ ചെയ്യുന്നത് മൂലം നമ്മുടെ വീട്ടിലുള്ള പല്ലി, പാറ്റ, എലി, ഈച്ച, ഉറുമ്പ്, കൊതുക്. അപ്പോൾ കൊതുകിന് ഇത് നല്ല സാധനമാണ് കേട്ടോ. കൊതുകുള്ള സ്ഥലത്തൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം ഇങ്ങനെ നമുക്കൊരു കുപ്പിക്കകത്തോട്ടാക്കിയിട്ട് നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതല്ല നമുക്ക് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുന്ന സ്ഥലത്ത് എലിപ്പൊത്തുള്ള സ്ഥലത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എലി വരാതിരിക്കും കേട്ടോ. അപ്പോൾ ആ ഭാഗത്തൊന്നും കുറേ നാളത്തേക്ക് ആ ഒരു സ്മെല്ല് അവിടെ നിൽക്കും. അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഗ്യാസ് അടുപ്പിൻ്റെ ചുറ്റുഭാഗത്തൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പല്ലി, ഉറുമ്പൊക്കെ വരുന്ന സ്ഥലത്ത് അതുപോലെ സിങ്ക് വാഷ് ബേസിനകത്ത് കുറച്ച് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. സിങ്കിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ അതാണ്ട് എലി വരുന്ന പൂത്തിനകത്തും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. എലി എപ്പോഴും വന്ന് തുരന്ന ഭാഗത്തുണ്ടല്ലോ അവിടെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക.